പന്തീരാങ്കാവ് ഗാർഹിക പീഡന കേസ് പ്രതി രാഹുലിനെ രാജ്യം വിടാൻ സഹായിച്ച മാങ്കാവ് സ്വദേശി രാജേഷ് പോലീസ് കസ്റ്റഡിയിൽ. രാഹുൽ സിംഗപ്പൂർ വഴി ജർമ്മനിയിലെത്തിയെന്ന് രാജേഷ് പോലീസിനോട് പറഞ്ഞു. വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി ജോഷില ചേരുന്നുണ്ട്. ജോഷില, കഴിഞ്ഞ ദിവസം പോലീസ് ഇത് സംബന്ധിച്ച നിലപാട് അറിയിച്ചിരുന്നത് ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കിയതിന് ശേഷമല്ല, അതിന് മുമ്പായിരിക്കണം ഈ രാജേഷ് രാജ്യം വിട്ടെന്നായിരുന്നു. അക്കാര്യം തന്നെയാണോ ഇപ്പോൾ സ്ഥിരീകരിക്കാൻ കഴിയുന്നത്? ഈ രാജേഷും ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ്. രാജേഷ് നൽകിയ വിവരമാണോ പോലീസ് മാധ്യമപ്രവർത്തകരുമായി പങ്കുവച്ചത്? സിജു, രാഹുലിനായി ഇന്റർപോൾ ബ്ലൂ കോർണർ നോട്ടീസ് പുറത്തിറക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ള വിവരം. ജർമ്മനി അതുപോലെ തന്നെ സിംഗപ്പൂർ എന്നിവിടങ്ങളിലാണ് ബ്ലൂ കോർണർ നോട്ടീസ് ഇറക്കിയിട്ടുള്ളത്. എന്തായാലും രാഹുലിനെ സഹായിച്ച, അതായത് രാജ്യം വിടാൻ രാഹുലിനെ സഹായിച്ചതെന്ന് കരുതുന്ന രാഹുലിന്റെ സുഹൃത്ത് മാങ്കാവ് സ്വദേശി രാജേഷ് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലുണ്ട് എന്നുള്ള സൂചനകളാണ് നമുക്ക് ലഭിക്കുന്നത്. രാജേഷിൽ നിന്നുമാണ് ഇത്തരത്തിൽ സിംഗപ്പൂർ വഴി ജർമ്മനിയിലേക്ക് രാഹുൽ പോയി എന്നുള്ള വിവരം പോലീസിന് ലഭിച്ചത് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ഈ നേരത്തെ പെൺകുട്ടിയെ പീഡിപ്പിച്ച സമയത്തെല്ലാം, ആക്രമിച്ച സമയത്തൊക്കെ രാജേഷ് കൂടെ ഇവർക്കൊപ്പം ഉണ്ടായിരുന്നു, അതായത് ഈ വീട്ടിലുണ്ടായിരുന്നു അല്ലെങ്കിൽ മറ്റൊരു റൂമിലുണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങളാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. രാഹുലിനെ കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും രാജേഷിന്റെ കയ്യിലുണ്ട് അതുകൊണ്ട് തന്നെയാണ് രാജേഷിനെ കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത്. എന്തായാലും ഇനി രാഹുൽ എവിടെയാണുള്ളത് എന്നുള്ളതിലൊക്കെ കാര്യങ്ങൾ രാജേഷ് വഴി പോലീസിന് അറിയാനാകും. ഇതുവരെ പെൺകുട്ടിയെ മർദ്ദിച്ചതുമായി സംബന്ധിച്ച വിവരങ്ങളൊക്കെ തന്നെ ഈ ഇദ്ദേഹത്തിൽ നിന്നും അറിയാൻ സാധിക്കും എന്നുള്ളതാണ് പോലീസ് പ്രതീക്ഷിക്കുന്നത്. ജോഷ്ല, ഒപ്പം തന്നെ ഈ രാഹുലിന്റെ അക്കൗണ്ട് മരവിപ്പിച്ചതായ വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. നിലവിൽ ഈ ബ്ലൂ കോർണർ നോട്ടീസ് പുറത്തിറക്കിയ സാഹചര്യത്തിൽ വരുന്ന അടുത്ത ദിവസങ്ങളിൽ തന്നെ സ്വാഭാവികമായും രാഹുലിന് നാട്ടിലേക്ക് മടങ്ങി വരേണ്ടി വരും. രാഹുൽ പോലീസിന് കീഴടങ്ങേണ്ടി വരികയും ചെയ്യും. ഇപ്പോൾ എല്ലാ തരത്തിലും രാഹുലിനെ കൊടുക്കുന്നതിനുള്ള നടപടികൾ പോലീസ് കൈക്കൊണ്ട് കഴിഞ്ഞു. അതിൻ്റെ ഭാഗമായിട്ടായിരിക്കണം ഇപ്പോൾ അക്കൗണ്ട് മരവിപ്പിക്കൽ അടക്കമുള്ള നടപടികളിലേക്ക് നീങ്ങുകയും ചെയ്തത്. തീർച്ചയായും സിജു, പോലീസ് അന്വേഷണം വളരെ ഊർജിതമാക്കിയിരിക്കുകയാണ്. പോലീസ് അമ്മയുടെ മൊഴി എടുത്തുകൊണ്ടിരിക്കുകയാണ്. അമ്മയുടെ മൊഴി എടുത്തതിന് ശേഷം രാഹുലിന്റെ അമ്മയെ കസ്റ്റഡിയിലെടുക്കും എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. എന്തായാലും വളരെ ഊർജിതമായ രീതിയിലുള്ള അന്വേഷണമാണ് നടക്കുന്നത്. രാഹുൽ രാജ്യം വിട്ടു എന്നുള്ള ഒരു സൂചന കൂടി പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഈ പഴുതടച്ചുകൊണ്ടുള്ള അന്വേഷണം, അതായത് രാഹുലിന് രക്ഷപ്പെടാൻ കഴിയാത്ത വിധത്തിലുള്ള അന്വേഷണമൊക്കെ തന്നെ നടക്കുന്നുണ്ട്. കേരള പോലീസ് CBI വഴി ഇന്റർപോളിനെ ബന്ധപ്പെട്ടതിന്റെ തുടർച്ചയായാണ് ഇത്തരത്തിൽ ബ്ലൂ കോർണർ നോട്ടീസ് അടക്കം ഇറക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിക്കുന്ന നടപടിയിലേക്ക് പോകും എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ഇതൊക്കെ നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയാകുന്നതോടുകൂടി രാഹുലിന് മറ്റൊരു സ്ഥലത്തേക്ക് രക്ഷപ്പെടാനുള്ള സാധ്യതകളെല്ലാം മങ്ങുകയാണ്. എന്തായാലും തിരിച്ച് നാട്ടിലേക്ക് തന്നെ വരേണ്ടി വരും എന്നുള്ള ഒരു അവസ്ഥയിലേക്കാണ്. ജോഷ്ല, ഇപ്പോൾ അറിയേണ്ടത് ഈ രാഹുലിന്റെ മാതാപിതാക്കളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇന്നലെ തന്നെ രാഹുലിന്റെ അമ്മ പറഞ്ഞത് ഈ രാഹുൽ ഇത്തരത്തിൽ ഈ പെൺകുട്ടിയെ മർദ്ദിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഈ രാഹുലിന്റെ അമ്മയടക്കം ഇക്കാര്യത്തിൽ അവർക്ക് അറിയാമായിരുന്നു, പങ്കുണ്ട് എന്നുള്ള തരത്തിലുള്ള ആരോപണങ്ങൾ ഉയർന്നു വരികയും ചെയ്യുന്നുണ്ട്. ഇവർ പ്രതിയാകാൻ, ഈ മാതാപിതാക്കൾ പ്രതിയാകുന്ന സാഹചര്യമുണ്ട്. നിലവിൽ അവരെ കസ്റ്റഡിയിൽ എടുക്കുന്നുണ്ട് എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം അന്വേഷണ ഉദ്യോഗസ്ഥർ ഈ പെൺകുട്ടിയുടെ വീട്ടിൽ പോയി പെൺകുട്ടിയുടെ മാതാപിതാക്കളിൽ നിന്നൊക്കെയും പെൺകുട്ടിയിൽ നിന്നുമൊക്കെയും മൊഴിയെടുത്തിരുന്നു. ഈ മൊഴിയിലൊക്കെ തന്നെ ഈ രാഹുലിന്റെ അമ്മയ്ക്ക് ഇതുമായി ബന്ധമുണ്ട്, അതായത് ഈ പീഡനവുമായി ബന്ധമുണ്ട്. രാഹുലിന്റെ അമ്മ അറിഞ്ഞുകൊണ്ടാണ് രാഹുൽ ഇത്രയേറെ മർദ്ദിച്ചതും ഇത്തരത്തിൽ വിദ്വേഷം കാണിച്ചതും എന്നൊക്കെ ഈ മൊഴികളിലുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. കാരണം രാഹുൽ അതുവരെ ഈ കുട്ടിയോട് വളരെ നല്ല രീതിയിലാണ് പെരുമാറിയിരുന്നതെന്നും പിന്നീട് അമ്മയുമായി ഒരു മുറിക്കകത്ത് അടച്ചിട്ടിരുന്ന് സംസാരിച്ചതിന് ശേഷമാണ് രാഹുലിന്റെ പെരുമാറ്റത്തിൽ മാറ്റമുണ്ടായത് എന്നുള്ളതൊക്കെ കുട്ടി പോലീസിന് നേരത്തെ നൽകിയ മൊഴിയിലുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. എന്തായാലും ആ വഴിക്ക് കൂടിയുള്ള ഒരു അന്വേഷണത്തിൽ നിന്നാണ് അമ്മയുടെ മൊഴിയെടുക്കുന്നതിലേക്ക് പോലീസ് പോയിട്ടുള്ളത്. എന്തായാലും ഈ മൊഴിയെടുത്തതിന് ശേഷം അമ്മയെ കസ്റ്റഡിയിലെടുക്കും എന്നുള്ളത് തന്നെയാണ് ലഭ്യമാകുന്ന സൂചനകൾ. അമ്മയ്ക്ക് കൃത്യമായ വിവരം, ഇതുമായി ബന്ധപ്പെട്ട് എല്ലാ വിവരങ്ങളും അമ്മയെക്കൊണ്ട്, അതുപോലെ തന്നെ നേരത്തെ തന്നെ ഈ പീഡനത്തിനിരയായ പെൺകുട്ടി പറഞ്ഞ ഒരു കാര്യമുണ്ട്, 150 പവൻ സ്വർണം ആവശ്യപ്പെട്ടിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ പെൺകുട്ടിയുടെ
മാതാപിതാക്കൾ അടക്കം പറഞ്ഞിരുന്നു. അത്തരത്തിൽ സ്ത്രീധന പീഡനം തന്നെയാണ് നടന്നത് എന്നുള്ളതിൽ ഉറച്ചു നിൽക്കുകയാണ് പെൺകുട്ടിയുടെ കുടുംബം. അതേസമയം തന്നെ തങ്ങൾക്ക് സ്ത്രീധനം ആവശ്യമുണ്ടായിരുന്നില്ല എന്നുള്ള രീതിയിലാണ് രാഹുലിന്റെ അമ്മ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. എന്നാൽ പോലും രാഹുൽ മർദ്ദിച്ചു എന്നുള്ളത് അമ്മയും സമ്മതിക്കുന്നുണ്ട്. രാഹുൽ മർദ്ദിച്ച വിവരം മകൻ തന്നോട് പറഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യമാണ്. എന്നാൽ താൻ കണ്ടിട്ടില്ല എന്നുള്ള കാര്യമാണ് അവർ മാധ്യമങ്ങളോടടക്കം പങ്കുവച്ച കാര്യം. കോഴിക്കോട് വിവരങ്ങൾ നൽകിയത് പന്തീരാങ്കാവ് പീഡനക്കേസിലെ ഗാർഹിക പീഡനക്കേസിലെ പ്രതി രാഹുൽ വിദേശത്തേക്ക് കടന്നു ജർമ്മനിയിലേക്ക് കടക്കാൻ സിംഗപ്പൂർ വഴി ജർമ്മനിയിലേക്ക് കടക്കാൻ സഹായിച്ച രാജേഷ് എന്ന സുഹൃത്ത് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലുണ്ട്. വിവരങ്ങളാണ് ജോഷില നൽകിയത്.